program to find the smallest of two numbers. നമുക്കറിയാം കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇൻപുട്ടിന് കംപ്ലീറ്റ്ലി സ്മോളിലാണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഇനി അതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക റൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ എൻ്റെ ഫസ്റ്റ് നമ്പർ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്കവിടെ നമ്മളെ പ്രോംപ്റ്റ് ചെയ്ത് കാണിച്ചു തരും ഇൻപുട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടുന്ന ഇൻപുട്ട് വാല്യൂ നമുക്കറിയാം ഇത് ബൈ ഡിഫോൾട്ട് സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുക. അപ്പോൾ ഒരു നമ്പറായിട്ട് അല്ലെങ്കിൽ ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാമിലെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് ഫംഗ്ഷന് റീഡ് ചെയ്തെടുക്കുന്ന വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റിജർ ആക്കിയാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ INT യൂസ് ചെയ്യാം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ടായിരിക്കണം നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. അതായത് ഇൻപുട്ട് റീഡ് ചെയ്യുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ഫ്ലോട്ട് ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, num1ലേക്ക് സ്റ്റോർ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് നമ്പറും ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്തു, ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു, num2ലേക്ക് അസൈൻ ചെയ്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നു. സ്മോളസ്റ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഈഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. ഈഫ് num1 ലെസ് ദാൻ num2. നമ്മൾ നേരത്തെ പറഞ്ഞു ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ്റെ എൻഡിൽ എന്ത് സിമ്പിൾ വേണം, കോളൻ സിമ്പിൾ വേണം. അപ്പോൾ നമ്പർ 1 ലെസ് ദാൻ നമ്പർ 2 ആണോ എന്ന് നോക്കി. യെസ് ആണെങ്കിൽ ഏതാണ് ചെറുത്, നമ്പർ 1 ആണ് ചെറുത്. സോ ഇറ്റ് പ്രിൻറ്റ്സ്, നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷനെ വിളിച്ചു. പ്രിൻറ്റ് ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് എഴുതി കാണിക്കുന്നത്, num1 എന്ന് നമ്മളിവിടെ ഇങ്ങനെ എഴുതുമ്പം num1ലുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഈ കോമ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കോമ ഇല്ലാണ്ട് എറർ വരും. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഈ സ്മോളർ ദാൻ ഡബിൾ കോട്ട്സിലുള്ളത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് അഗെയിൻ വീണ്ടും കോമ ഇട്ടു നമ്പർ 2, അതായത് num2 എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമ്മൾ സെക്കൻഡ് അഡീഷണലായിട്ട് എക്സ്ട്രാ കണ്ടീഷൻ ആഡ് ചെയ്ത് നേരെ തിരിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി എൽസ് ഇഫ് ആണ് നമ്മളുടെ ഉദ്ദേശം. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് കീവേഡ് എന്ന് പറയുന്നത് ELIF ആണ്. എൽസ് ഇഫ് എന്നുള്ളതാണ് ELIF. അതിൽ നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തു, ദാറ്റ് ഈസ് num2 ലെസ് ദാൻ num1. അതായത് നമ്പർ 2 നമ്പർ 1നേക്കാൾ ലെസ് ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യണം, num2 ആണ് സ്മോളസ്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ 5ഉം 2ഉം കൊടുത്തു, 5 ലെസ് ദാൻ 2 ആണോ നോക്കി, അല്ല. അപ്പോൾ നമ്മൾ നേരെ താഴെ എത്തി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, 2 ലെസ് ദാൻ 5 ആണോ നോക്കി. അപ്പോൾ ആ കേസിൽ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് num2 എന്ന് പറയുമ്പോൾ num2ൻ്റെ വാല്യൂ, ഈ സ്മോളർ ദാൻ അങ്ങനെ തന്നെ പ്രിൻറ്റ് ചെയ്യും, ദെൻ num1ൻ്റെ വാല്യൂ. വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ബാക്കിയുള്ള തൊട്ടടുത്തുള്ള ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും അല്ലാത്ത കേസ് അതാണ് മൂന്നാമത് എൽസിൽ കൊടുത്തേക്കുന്നത്. ഈ എല്ലിഫിൻ്റെ എൻഡിൽ കോളൻ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് നമ്മളുടെ എൽസ് നമ്മൾ ഉപയോഗിച്ചു, എൽസിൻ്റെ എൻഡിലും കോളൻ ഉണ്ട്, അവിടെ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കേസും ഈഫിലും എൽസിഫിലും മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയാം, വി ക്യാൻ പ്രിൻറ്റ് ബോത്ത് ദ നമ്പേഴ്സ് ആർ ഈക്വൽ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ദ ഫസ്റ്റ് നമ്പർ 25, സെക്കൻഡ് നമ്പർ 14. എന്ത് മനസ്സിലായി, 14 ഈസ് സ്മോളർ ദാൻ 25. ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ട്വൽവ് ഈസ് സ്മോളർ ദാൻ 16. ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് ഈക്വലിൻ്റെ കേസ് വർക്ക് ചെയ്ത് നോക്കാം. ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ. നെക്സ്റ്റ് ഈസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. നമുക്കറിയാം റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് രണ്ട് സൈഡ്സ് പെയേഴ്സാണ് വരിക, ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ 4 സൈഡ് ഉണ്ട്, 2 സൈഡ് ഈക്വലി ലെങ്ത് ആയിരിക്കും, 2 സൈഡ് ഈക്വലി ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ റീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏരിയയും പെരിമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ ആകുമ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് റീഡ് ചെയ്യണം, ലെങ്ത്തും ബ്രെഡ്ത്തും റീഡ് ചെയ്യണം. റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം, ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ ഇൻപുട്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുത്തു, എൻ്റർ ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. ഈ റീഡ് ചെയ്ത ഇൻപുട്ട് നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഏതർ ഇൻറ്റിജർ ഓർ ഫ്ലോട്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് നമ്മളതിനെ ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഇൻപുട്ടായിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ഫ്ലോട്ടിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും ഇൻപുട്ട് ഫംഗ്ഷനിൽ നിന്ന് റീഡ് ചെയ്ത് കിട്ടുന്ന ഏത് നമ്പറാണോ അതാണ് നമ്മൾ ഫ്ലോട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലോട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആക്കി ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ബ്രെഡ്ത്തും റീഡ് ചെയ്യുന്നു. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു, ഫ്ലോട്ട് ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആക്കി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. then we are calculating area and perimeter. Area എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഡയറക്ട്ലി മൾട്ടിപ്ലിക്കേഷൻ. പെരിമീറ്റർ ആകുമ്പം 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഒന്നിച്ച് ചെയ്യേണ്ടതുകൊണ്ട് അതിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. നെക്സ്റ്റ് വി ആർ ഡിസ്പ്ലേയിങ് ദ റിസൾട്ട്. രണ്ട് പ്രിൻറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രിൻറ്റ് വിളിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് കൊടുക്കാം.
ഫസ്റ്റ് നമ്മൾ എഴുതി കാണിക്കാൻ ഒരു ടെക്സ്റ്റ് കൊടുത്തു, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ്. ടെക്സ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ സ്ട്രിങ് അങ്ങനെ തന്നെ കാണിക്കേണ്ടത്, നമ്മൾ ഡബിൾ കോട്ട്സ് ഇട്ട് അതിനുള്ളിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു ഏരിയയുടെ വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയ എന്ന് പറഞ്ഞ വേരിയബിളോടെ യൂസ് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ എന്ത് വേണം, കോമ സെപ്പറേറ്റർ ആയിട്ട് വേണം അത് കൊടുക്കാൻ. അപ്പോൾ കോമ ഏരിയ. നെക്സ്റ്റ് പ്രിൻറ്റിൽ അതേപോലെ നമ്മൾ പെരിമീറ്ററും കൊടുത്തു. പ്രിൻറ്റ് ആദ്യം പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു. ആ സ്ട്രിങ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ദെൻ കോമ ഫോളോഡ് ബൈ ഏത് വേരിയബിളിലാണ് പെരിമീറ്ററിൻ്റെ വാല്യൂ ഉള്ളത് ആ വേരിയബിളിൻ്റെ പേര്. ഇവിടെ നമ്മൾ പെരിമീറ്റർ എന്ന് തന്നെയാണ് വേരിയബിളിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ലെങ്ത് 50, ബ്രെഡ്ത്ത് ഇസ് 20, ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ നമുക്കറിയാം 50 × 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 1000 കിട്ടും. പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 50 + 20 × 2, അതായത് 70 × 2 = 140. നെക്സ്റ്റ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. നമ്മൾ റെക്ടാങ്കിൾ ഓൾറെഡി പറഞ്ഞു. സ്ക്വയർ ആകുമ്പോൾ ഡിഫറൻസ് എന്തൊക്കെ കാര്യത്തിലാണ് വരിക, നമുക്ക് റെക്ടാങ്കിളിലാണെങ്കിൽ ലെങ്ത്തും എടുത്ത് 2 ഇൻപുട്ട്സ് റീഡ് ചെയ്യണമായിരുന്നു. ഇവിടെ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് 4 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഒരൊറ്റ സൈഡ് മാത്രം റീഡ് ചെയ്താൽ മതി. ഇനി ഏരിയയുടെയും പെരിമീറ്ററിൻ്റെ ഇക്വേഷൻസ് എന്താവും, ചേഞ്ച് ആവും. അത്ര ഉള്ള ഡിഫറൻസ്. സോ ഫസ്റ്റ് നമ്മളുടെ സൈഡ്, അതായത് സ്ക്വയറിൻ്റെ സൈഡ് റീഡ് ചെയ്യുക. ഒറ്റ സൈഡ് മാത്രം നമുക്ക് റീഡ് ചെയ്താൽ മതി, കാരണം 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡ് റീഡ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിനുള്ളിൽ എന്ത് കൊടുത്തു, എൻ്റർ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തു. അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയറിൻ്റെ സൈഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും, ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ലാസ്റ്റ് ക്ലോസ് ചെയ്തു. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷനിലെ റീഡിംഗ് ഫംഗ്ഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സൈഡ് നമ്മൾ റീഡ് ചെയ്ത് എടുത്തു. നെക്സ്റ്റ് നമ്മൾ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം സൈഡ് ഇൻറ്റു സൈഡ്, അതാണ് എഴുതിയിരിക്കുന്നത്, സൈഡ് ഇൻറ്റു സൈഡ്. പെരിമീറ്റർ ആണെങ്കിൽ 4 സൈഡല്ലേ നമുക്കുള്ളത്, 4ൻ്റെ ഈക്വലൻ സൈഡാണ്, അതുകൊണ്ട് 4 × സൈഡ്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിട്ടിയ റിസൾട്ട് രണ്ടും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരണം. സോ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതിനുള്ളിൽ ഫസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്, അത് നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരേണ്ടത് അത് എഴുതി. ദാറ്റ് ഈസ് ഡബിൾ കോട്ട്സിനുള്ളിൽ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് എന്ന് എഴുതി കാണിക്കും. ദെൻ ഫോളോഡ് ബൈ കോമ ആൻഡ് ദെൻ നമ്മൾ ഏരിയ എന്ന് പറഞ്ഞാൽ വേരിയബിളിലാണ് ആ വാല്യൂ ഉള്ളത്, അതുകൊണ്ട് ആ പേര് നമ്മളവിടെ കൊടുത്തു. അതേപോലെ തന്നെ പെരിമീറ്ററും പ്രിൻറ്റ് ഫംഗ്ഷൻ ദെൻ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഈസ്, ഈ സ്ട്രിങ് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ ഫോളോഡ് ബൈ കോമ ആൻഡ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ പെരിമീറ്റർ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സ്ക്വയറിൻ്റെ സൈഡ് 4 കൊടുക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 4 × 4 ദാറ്റ് ഈസ് 16. ഇവിടെ ഇപ്പോൾ പെരിമീറ്ററിൻ്റെ കേസിൽ 4 × സൈഡ് തന്നെ വരുന്നതുകൊണ്ട് 16 വരും. നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. 6 കൊടുക്കുക സൈഡ്. അപ്പോൾ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായി, 6 × 6 36 കിട്ടി. പെരിമീറ്റർ ആകുമ്പം 4 × 6 24. നെക്സ്റ്റ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്കറിയാം സർക്കിളിൽ ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, റേഡിയസ് മാത്രം മതി. അപ്പോൾ ഏരിയ ആണെങ്കിൽ πr², സർക്കംഫറൻസ് ആണെങ്കിൽ 2πr. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റേഡിയസ് ഇൻപുട്ട് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുത്തു, എൻ്റർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻ ഡബിൾ കോട്ട്സ്. അപ്പോൾ ആ സ്ട്രിങ് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് തരും. നമ്മൾ എന്നിട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് വരെ അത് വെയിറ്റ് ചെയ്തിരിക്കും. ഇനി നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ, അതായത് റേഡിയസിൻ്റെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ that will be given to the float function. Float function അതിനെ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ റേഡിയസ്. ഇനി നമുക്കറിയാം നമ്മൾ രണ്ട് ഇക്വേഷനിലും πr², 2πr, അപ്പോൾ രണ്ടിലും എന്ത് വേണം, പൈ ഉണ്ട്. അപ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കേസിൽ π = 3.1416. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റിംഗ് ദ ഏരിയ ആൻഡ് സർക്കംഫറൻസ്. അപ്പോൾ ഏരിയ ആൻഡ് സർക്കംഫറൻസ്, ഏരിയ = എന്താണ്, πr² ആണ്. സോ π × റേഡിയസ് × റേഡിയസ്. ഇനി സർക്കംഫറൻസ് ആണെങ്കിൽ 2πr ആണ്, അതായത് 2 × π × r. സോ 2 × π × റേഡിയസ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ റിസൾട്ട്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. പ്രിൻറ്റ് ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ്, ആ സ്ട്രിങ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. യൂസ് ദ കോമ ആൻഡ് നെക്സ്റ്റ് ദ വേരിയബിൾ, ഏത് വേരിയബിളിലാണോ ഏരിയയുടെ വാല്യൂ ഉള്ളത് ആ വേരിയബിളിൻ്റെ പേര്. നെക്സ്റ്റ് പ്രിൻറ്റ് ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് കൊടുത്തു, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈസ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, കോമ യൂസ് ചെയ്തു. നെക്സ്റ്റ് ഏത് വേരിയബിളിനുള്ളിലാണോ നമ്മളെ സർക്കംഫറൻസ് ഉള്ളത് ആ വേരിയബിൾ നമ്മളവിടെ കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റേഡിയസ് = 5. ഏരിയ എന്ത് കിട്ടും, π × റേഡിയസ് × റേഡിയസ്, അതായത് 3.14 × 5 × 5, 25 × 3 പോയിൻറ്റ് സംതിങ്, അതാണ് 75.84. ഈ സർക്കംഫറൻസ് ആകുമ്പം 2πr, അതായത് 2 × 5 10 കിട്ടും. 10 × 3.1416 എന്ത് കിട്ടും,
31.416. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏരിയ ആൻഡ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ അതേ പ്രോഗ്രാം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ് ഇതിൽ കാണുന്നത്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? നേരത്തെ കേസിൽ നമ്മൾ പൈയുടെ വാല്യൂ 3.1416 ഡയറക്റ്റ്ലി നമ്മൾ കൊടുത്തു വയ്ക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ലെറ്റർ കമ്പൗണ്ട് യൂസ് ചെയ്യുന്നു, മാത്ത് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ പൈത്തണിലുള്ള ഒരു ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള മോഡ്യൂളാണ് മാത്ത് മോഡ്യൂൾ. നമ്മുടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും കോൺസ്റ്റൻസും എല്ലാം അതിനുള്ളിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ പൈ എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻറ്റ് ഈ മാത്ത് എന്ന് പറഞ്ഞ മോഡ്യൂളിനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈയുടെ വാല്യൂ 3.1416 എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ മോഡ്യൂളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഈ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ് ഈ മാത്ത് മൊഡ്യൂളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ മാത്ത് മൊഡ്യൂളിലുള്ള ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ കോൺസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യണം നമ്മുടെ പ്രോഗ്രാമിലേക്ക്. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത്, ഇമ്പോർട്ട് മാത്ത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബാക്കി ഈ പറഞ്ഞ നേരത്തെ കണ്ടത് തന്നെ റേഡിയസ് നമ്മൾ റീഡ് ചെയ്തു, ഇൻപുട്ട് ഫംഗ്ഷൻ എടുത്തു, ഫ്ലോട്ട് വെച്ച് കൺവേർട്ട് ചെയ്തു. ഈ നെക്സ്റ്റ് ഏരിയയും സർക്കംഫറൻസും കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയാണ് ഡിഫറൻസ്. നമ്മൾ നേരത്തെ കൊടുത്ത് പൈ ഇൻറ്റു റേഡിയസ് എന്നാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയേ, മാത്ത് ഡോട്ട് പൈ, അതായത് മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പൈ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എടുക്കണം. അതുകൊണ്ടാണ് മാത്ത് ഡോട്ട് പൈ യൂസ് ചെയ്യുന്നത്. ഉണ്ടല്ലോ, മാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൊഡ്യൂൾ. അപ്പോൾ മാത്ത് ഡോട്ട് പൈ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തെ വാല്യൂ, സോ പൈ ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്, അത് ഓൾറെഡി ഡിഫൈൻഡ് ആണ് ഇൻ ദ മാത്ത് മൊഡ്യൂൾ. അപ്പോൾ മാത്ത് ഡോട്ട് പി ഐ എന്ന് പറയുമ്പോൾ ഈ മാത്ത് മൊഡ്യൂളിലുള്ള പൈയുടെ വാല്യൂ അതോടെ എടുത്തു, ഇൻറ്റു റേഡിയസ് ചെയ്തു. അതേപോലെ തന്നെ സർക്കംഫറൻസിൻ്റെ കേസിലും 2 ഇൻറ്റു പൈ ഇൻറ്റു ആറാണ് നമ്മൾ നേരത്തെ കൊടുത്തത്. പൈക്ക് പകരം എന്ത് കൊടുക്കണം? മൊഡ്യൂളിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ എടുക്കുന്നതുകൊണ്ട് മാത്ത് ഡോട്ട് പി ഐ അല്ലെങ്കിൽ പൈ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ മൊഡ്യൂളിൽ ഡിഫൈൻ ചെയ്യുന്ന പൈയുടെ വാല്യൂ എന്താണോ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എടുക്കുന്നു, അത് ഉപയോഗിച്ച് 2 ഇൻറ്റു ദിസ് പൈ ഇൻറ്റു റേഡിയസ് ചെയ്യുമ്പോൾ നമുക്ക് സർക്കംഫറൻസ് വാല്യൂ കിട്ടും. ബാക്കിയൊക്കെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ സിംപ്ലി പൈയുടെ വാല്യൂ നമ്മൾ മാനുവലി കൊടുത്ത് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നതിന് പകരം ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂളിൽ നിന്ന് നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ടു ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്കറിയാം, മാത്സിൽ നമ്മൾ കാൽക്കുലേഷൻ പഠിച്ചിട്ടുള്ളതാണ്. പ്രിൻസിപ്പിൾ ഉണ്ട്, എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ, അതുപോലെ നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷത്തേക്കാണ് ഇടുന്നത്, അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് മൂന്നാണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1000 റുപ്പീസ് 2 ഇയേഴ്സിന് വേണ്ടി 10% റേറ്റിൽ ഇടുകയാണെങ്കിൽ നമുക്ക് എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 വാല്യൂസ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 3ആണ് നമ്മുടെ ഇൻപുട്ടായിട്ട് വരിക. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ, ദെൻ റേറ്റ് ആൻഡ് ടൈം. അപ്പോൾ 3 നമ്മൾ റീഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, എൻ്റർ ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്ത് ആ സ്ട്രിങ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു, അത് റീഡ് ചെയ്ത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതേപോലെ തന്നെ എന്ത് റീഡ് ചെയ്തു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീഡ് ചെയ്തു. അതുപോലെ എൻ്റർ ദ ടൈം ഇൻ ഇയേഴ്സ്, എത്ര പീരീഡ് അല്ലെങ്കിൽ എത്ര കൊല്ലത്തേക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് 3 നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ച് റീഡ് ചെയ്തു, ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് 3 വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തു. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഈ താഴെ കാണുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100. ഇപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റു റേറ്റ് ബൈ 100 നമുക്കിവിടെ വന്നേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് PNR ബൈ 100 അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ബൈ 100. 3 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ കിട്ടിയ റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരിക. പ്രിൻറ്റ് ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് പ്രിൻറ്റ് കഴിഞ്ഞാൽ ഉടനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി അതിനുള്ളിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. ഫസ്റ്റ് നമുക്കൊരു സ്ട്രിങ് കാണിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ്. നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ കാണിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് വി പുട്ട് എ കോമ ആൻഡ് ദെൻ ഏത് വേരിയബിളിലാണോ ഇൻട്രസ്റ്റ് വാല്യൂ ഉള്ളത് അത് അവിടെ എഴുതി വെച്ചു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് 1000, റേറ്റ് ഈസ് 10 ആൻഡ് ദ ടൈം ഈസ് 2 ഇയേഴ്സ്. അപ്പോൾ എന്താ നമുക്ക് കാൽക്കുലേഷൻ കിട്ടിയിരിക്കുന്നത്? P ഇൻറ്റു N ഇൻറ്റു R ബൈ 100. സോ 1000 ഇൻറ്റു 100, സോ 1000 ഇൻറ്റു 10 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടും? 20,000 ബൈ 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 200.